മണ്ണാർമല നിവാസികൾക്ക് അല്പം ആശ്വാസം നൽകുന്നതാണ് സർക്കാരിന്റെ തീരുമാനം. അതായത് കാലങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവരുടെ ജനവാസ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്ന പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന കാര്യം. അതിൽ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ നാടിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുന്ന കാര്യം. മാത്രമല്ല രണ്ടാമത്തെ പുലിക്കൂട് പുലി കടന്നു വരുന്ന വഴിയുടെ മറുവശത്തായിട്ട് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഇടത്തിന്റെ ഇടയിലൂടെ റോഡ് കടന്നു പോകുന്നുണ്ട്. ആ റോഡിന്റെ ഇരുവശത്തും പുലി കടന്നു പോകുന്ന മേഖലയാണ്. അവിടെ രണ്ട് വശത്തും ഇപ്പോൾ രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ എന്നോടൊപ്പം ചേരുന്നു. അപ്പോൾ നിങ്ങൾ മാസങ്ങളായിട്ട് നമ്മൾ എന്നും കാണുന്നതാണ് ഓരോ CCTV ക്യാമറയിലും പുലി കടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ. വലിയ ആശങ്കയാണ്. ഇപ്പോൾ സർക്കാർ നിങ്ങളെ ഈ ഒരു ആശങ്ക അത് കേട്ടു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നൊരു സമയം ആയിരുന്നു. ഇപ്പോൾ ഈ സർക്കാർ ഇതൊക്കെ മയക്കുവെടി വെക്കാം എന്ന ഒരു തീരുമാനം വന്നതോടുകൂടെ ഞങ്ങളൊരു ഏറ്റവും നല്ലൊരു ആശ്വാസപരമായ ഒരു തീരുമാനമാണ്. അതുമാത്രമല്ല, ഇനി ഇത് വെടിവെച്ച് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാലുള്ള ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതിനൊരു ആശ്വാസകരമായ തീരുമാനം വരുള്ളൂ. സ്ഥിരം ദൈനംദിന കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നല്ലോ അതിരാവിലെയും രാത്രിയുള്ള ഈ പുലിയുടെ കടന്നുവരവ് കാരണം. ഇതിലൂടെ ഒരു 10 മിനിറ്റിന് ഏകദേശം 100-200 വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. അവിടെ 2 പ്രാവശ്യം ഒരു വണ്ടി മേലോട്ട് ഈ പുലി മറിഞ്ഞ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. സ്കൂൾ കുട്ടികൾ, അതേപോലെ മദ്രസ, എല്ലാ മേഖലകളും ഇന്നലെ ഇപ്പോൾ ഒരാളെ മുന്നിലൂടെ പുലി പോയിക്കണം. ഇങ്ങനെയൊക്കെയുള്ള വളരെ ആശങ്കകരമായ ഓരോരോ വിഷയങ്ങൾ ഇതിൻ്റെ ഒപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നു. മെമ്പർ ഹൈദരാബാദ് ചേരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പട്ടി പിടികൂടിയ സംഭവം ഉണ്ടായതുകൊണ്ടല്ലോ പുലി. അതിന് തൊട്ടടുത്താണ്. പിന്നെ ആ ഭാഗത്തു കൂടി പോലീസ് സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു 2 ദിവസം പഴക്കം ചെന്ന ഒരു നായ പിന്നെ കടിച്ച രീതിയിൽ കാണപ്പെട്ടുള്ളത്. ഇപ്പോൾ MLA നജീബ് കാന്തപുരം വിളിച്ചിരുന്നു. ഇപ്പോൾ DFO അല്പസമയങ്ങൾക്കകം ഇവിടേക്ക് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം വലിയൊരു സമരങ്ങളുടെ തുടർച്ചയോട് കൂടി കിട്ടിയതാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളാണ്. ഞങ്ങൾ കഴിഞ്ഞ സമയങ്ങളിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതിന് മുൻപായിട്ട് 2 പ്രാവശ്യം മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം കൈമാറി. കലക്ടർ മുഖാന്തരം 2-3 പ്രാവശ്യം പിന്നെ ഇരുത്തിയിട്ട് DFO അടക്കം ചർച്ച ചെയ്താണ്. പിന്നെ MLA നജീബ് കാന്തപുരം സ്ഥിരമായിട്ട് ഈ ഒരു വിഷയത്തിൽ നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് റേഞ്ച് ഓഫീസറെയും മറ്റുള്ള ആളുകൾ DFOയും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും അതിന് തുടർ ഫോളോ അപ്പ് എന്നതാണ് ഇപ്പോൾ ഇന്ന് ആ ഒരു വിഷയം നിയമസഭയിൽ ഇത്തരത്തിൽ ഉന്നയിക്കാനൊക്കെ സാധിച്ചത്. അപ്പോൾ ഏതായാലും നജീബ് കാന്തപുരം ഇപ്പോൾ വിളിച്ചിരുന്നു. DFO ഇവിടെ സ്ഥലം സന്ദർശിക്കാൻ അല്പസമയങ്ങൾക്കും എത്തുമെന്ന് പറഞ്ഞിട്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഈ നടപടികൾ? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ വൈകിയാണെങ്കിലും കുറച്ച് കാലങ്ങളായിട്ട് മണ്ണാർമലയിൽ ആശങ്ക തന്നെയാണ്. കാരണം ഇത് പെരിന്തൽമണ്ണക്ക് അടുത്ത് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുള്ള ഇവിടുന്ന് അങ്ങോട്ട് പെരിന്തൽമണ്ണ ടൗണിലേക്ക് ഇത് നിരന്തരം വാഹനങ്ങൾ രാത്രി 11 മണി വരെ നിരന്തരം വാഹനങ്ങൾ പാസ് ചെയ്യുന്ന പ്രധാന പാതയാണിത്. ഈ പാതയിലൂടെ പുലി ഇവിടുന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പോരുന്നത് വലിയ ആശങ്ക തന്നെയാണ്. കാരണം മണ്ണാർമലക്കാർക്ക് മാത്രമല്ല, ഇതിൽ പാസ് ചെയ്യുന്ന സ്കൂട്ടർ യാത്രക്കാർക്ക് വലിയ ആശങ്കയായിരുന്നു. കാരണം റോഡിലൂടെ പോകുമ്പോൾ പുലി മുന്നിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ വലിയ ഭീതിയാണല്ലോ. നമ്മൾ കാണുന്നില്ല, പെട്ടെന്നാണ് പുലി മുന്നിലേക്ക് ചാടുന്നത്. അത് വളരെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മണ്ണാർമലക്കാർ നിരന്തരം നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ ഇവിടെ എത്തിച്ചിട്ടും DFO ഇവിടെ എത്തിയിട്ടുണ്ട്. DFO പിന്നെ നിലമ്പൂരല്ലേ ജനത്ലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിന് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. കൂട് വെക്കാൻ ഉത്തരവിട്ടുണ്ട്. 2 കൂട് വെച്ചു. പക്ഷെ കൂട്ടിലേക്ക് പുലി കയറുന്നില്ല. അപ്പോൾ ആ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് നമ്മൾ നിരന്തര സമരമായിട്ട് മറ്റു നടപടി സ്വീകരിക്കണമെന്നും മയക്കുവെടി വെച്ചുകൊണ്ട് ഈ ആശങ്ക അകറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തര സമരം ഇപ്പോൾ ജനപ്രതിനിധികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വലിയ പ്രക്ഷോഭം ഇവിടെ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ MLA അവിടെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സമ്മർദ്ദം ചെലുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് സബ്മിഷൻ അവതരിപ്പിച്ചു. മന്ത്രി ഇടപെടേണ്ടി വന്നു. മന്ത്രി ഇതിന് അനുകൂലമായ നടപടി സ്വീകരിച്ചു. മന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. മന്ത്രി നേരിട്ട് DFO വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നിൽ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുമ്പ് നടന്നതാണ്. അപ്പോൾ നിരന്തരം ഈ ആശങ്ക ഉണ്ടായതുകൊണ്ടാണ് മണ്ണാർമലക്കാർ ശക്തമായ സമരത്തിലേക്ക് പോയത്. ഏതായാലും ഞങ്ങൾ മണ്ണാർമലക്കാരുടെ ഈ ആശങ്ക അകറ്റാൻ വേണ്ടി ഇതിന് പിന്നെ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച MLA നജീബ് കാന്തപുരം, അതുപോലെ നമ്മളെ വനം വകുപ്പ് മന്ത്രി, അതേപോലെ തന്നെ അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മാധ്യമ പ്രവർത്തകർ, ഞങ്ങളെ ഓരോ സമരങ്ങളും ഇതിൻ്റെ അധികാരികളുടെ കണ്ണിലേക്ക് തുളച്ചു കയറുന്ന രൂപത്തിൽ ഈ സമരങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും അധികാരികൾക്ക് എത്തിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് ഞങ്ങൾ അനുമോദിക്കുകയും ചെയ്യുന്നു. ഈ മിഷൻ തീർന്നിട്ടില്ല, ഇപ്പം എൻ്റെ ഒരു ഘട്ടം മാത്രമായിട്ടേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വാർത്ത കേട്ടതിൽ. ഇനി എത്രയും പെട്ടെന്ന് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ളൊരു ഇതുണ്ടാവട്ടെ. അതാണ് ഏറ്റവും ആശ്വാസകരമായൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.
അതായത് 2 കൂടുകളാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട റോഡിന്റെ മറുവശത്തുള്ള ഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം പുലി കടന്നു പോകുന്നത് ഈ ഒരു വഴി ആയതുകൊണ്ടാണ് ഈ 2 ഇടങ്ങളിലും ഈ ഒരു കൂട് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിനെ ഇരയായിട്ട് ആടിനെ ഇവിടെ കെട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് കൂട് വെച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല, മറിച്ച് ഈ ഒരു പുലിയെ പിടികൂടാൻ അതിന് ഇവർ ആവശ്യപ്പെടുന്നത് മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളതാണ്. അത് സാങ്കേതികമായിട്ട് പ്രായോഗികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ അതിനുണ്ട്. എന്നിരുന്നാൽ പോലും ഇവരുടെ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടുന്നു, ഇവരെ സർക്കാർ കേൾക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വനം വകുപ്പ് കൂട് സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ CCTV ക്യാമറകൾ വെക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഈ നാട്ടുകാരാണ് മാസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഈ ഒരു മിഷന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും, എന്തും ചെയ്യും എന്നുള്ള ഇത് നമ്മൾ കണ്ടു തന്നെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രവർത്തനം അതിൻ്റെ ഫലം കാണുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അതുകൊണ്ട് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.